ഹലോ വെൽക്കം ബാക്ക് ടു റഹ്മാൻ റൂട്ട്സ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ ഒന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാ. നമ്മൾ പോകുന്നത് ഷഹാനിയയിലെ ഒരു സൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാനാണ്. അതൊരു ചെറിയ സൂ ആണ് കേട്ടെടുത്തോളം. എങ്ങനെയുണ്ട് നമുക്ക് പോയിട്ട് നോക്കണം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്. ഷഹാനിയ റൂട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം വരാം, ഞാൻ 2013 ഷഹാനിയ ഇവിടെ ഖത്തറിലേക്ക് വന്നത്. ഖത്തറിലേക്ക് വന്ന് പിന്നെ എയർപോർട്ടിൽ നിന്ന് നേരെ എന്നെ കൊണ്ടുപോയത് ഓഫീസിലേക്കായിരുന്നു. ആ സമയത്ത് ഓഫീസിൽ നിന്നും കഴിഞ്ഞ് പിന്നെ ഈവനിങ് ഒരു 7 മണി മുതൽ ഞാൻ കാത്തുനിൽക്കാൻ തുടങ്ങി. ഡ്രൈവർ വന്നത് ഒരു 11 മണിയാകുമ്പോൾ, 10 മണിക്ക് ശേഷം ഡ്രൈവർ വന്ന്. ആ സമയത്ത് ഞാൻ ഈ റൂട്ടിലൂടെയായിരുന്നു ഞാൻ ഫസ്റ്റ് ഷഹാനിയയിലേക്ക് പോകുന്നത്. അന്ന് ഈ കാണുന്ന ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇങ്ങനെയുള്ള സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2 വേ റോഡായിരുന്നു ഈ ഒരു ഭാഗത്ത്. അന്ന് ഇവിടെ ഖത്തറിലുള്ള മുമ്പുള്ളവർക്കൊക്കെ അറിയാം. പിന്നെ ഇവിടെ ഒരു ലാൽ റൗണ്ട് പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു റൗണ്ട് പോട്ടും ഉണ്ടായിരുന്നു. ലാൽ റൗണ്ട് പോട്ട് നമ്മൾ മലയാളികളുടെ ഇടയിലുള്ള ഒരു പേരാണ്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൗണ്ട് പോട്ട് കാണുമ്പോൾ ഒരു സ്ലോപ്പായിരുന്നു, ഒരു 1 സൈഡ് സ്ലോപ്പായിരുന്നു ആ റൗണ്ട് പോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മലയാളികൾ അതിനെ ലാൽ റൗണ്ട് പോട്ട് എന്ന് വിളിക്കാറ്. ഇതിപ്പം വജിബാൻ്റെ എത്താനാകുമ്പോൾ ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല വെയിലാണ്. അപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ വീഡിയോയിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അങ്ങനെ ഫൈനലി ഞാൻ ദോസരീസോട് ഫ്രണ്ടിലേക്ക് എത്തി ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിൽ പൈസ കരുതണം. പൈസ കരുതുക വെച്ചാൽ ക്യാഷായിട്ട് കയ്യിൽ തന്നെ കരുതുക. കാർഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാർഡ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. ഓക്കെ, മുമ്പ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ്. ആ സമയത്ത് ഇവിടെ എൻട്രി ഫീസൊന്നും ഇല്ല. പക്ഷെ അന്ന് കണ്ട കവാടം തന്നെ ഇന്ന് കാണാനുള്ളത്. പക്ഷെ അന്ന് എൻട്രി ഫീസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇവിടെ പെർ ഹെഡ് 10 റിയാൽ ഇവർ ഈടാക്കുന്നുണ്ട്. തിരിച്ചു പോകുമ്പോൾ കുറച്ച് മുമ്പിൽ ഒരു റൗണ്ട് അപ്പോട്ട് ഉണ്ട്. അപ്പോൾ ആ റൗണ്ട് അപ്പോട്ടിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കിട്ടും. അവിടെ എല്ലാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനും പറ്റും അവിടെ നിന്ന്. അപ്പോൾ ആ ഒരു സൂപ്പർ മാർക്കറ്റാണ് നിങ്ങൾക്ക് ATM യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ. खाली जुम्मा का दिन टिकट, जुम्मा से नहीं सर का दिन, 2 दिन, थर्सडे फ्राइडे 2 दिन टिकट. इधर टिकट है किधर? वो जुम्मे जाएगा. हाँ, अभी ये पूरा सबके लिए ना? ये जू के लिए, अंदर के लिए. अभी सीधा जाएगा, सीधा जाके ऊपर पार्किंग. പറഞ്ഞത് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അവിടെ എൻട്രൻസിന് ഇതുണ്ട്, ടിക്കറ്റ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ സൂവിന്റെ അകത്തേക്ക് പോകാൻ വേണ്ടിട്ട് മാത്രമേ ടിക്കറ്റ് എടുക്കണ്ടോ. ഇപ്പൊ നമ്മൾ തന്നിരിക്കുന്നത് സൂവിന്റെ അകത്ത് പോകാനുള്ള ടിക്കറ്റോ. ഇത് പുള്ളിക്കാരൻ സംസ്ഥാന സമ്മേളനം മറ്റേ ഇതൊക്കെ ഇവിടെ മറ്റേ ഇന്ന് ക്യാമലിന്റെ റൈസിന്റെ ഒക്കെ ടീമാണ് സൈഡിലിരിക്കുന്നത്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഈ അടുത്ത ഭാഗത്തൊക്കെ കാണുന്ന ചെറിയ ചെറിയ എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മുമ്പേ പൊളിച്ചു പണിയാത്ത മക്കാമുണ്ടല്ലോ, ഈ മെയിൻ എൻട്രൻസ് കാര്യങ്ങളൊക്കെ പൊളിച്ചു പണിയാത്ത മക്കാമിന്റെ മെയിൻ എൻട്രൻസ് കാണുമ്പോൾ ഏകദേശം ഈ ഒരു കോലത്തിലാണ് ഉണ്ടായത്. നമ്മൾ ഏർവാടിയിൽ അങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് അവരെ മക്കാമിന് എൻട്രൻസ് ഉണ്ടായില്ല. അതെനിക്ക് ഓർമ്മ വന്നുപോയി. അപ്പോൾ ഇതാണ് ഇവിടെയാണ് കാർ പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ സ്പേസ് കിട്ടിയത്. ഇതിന്റെ അകത്ത് വന്നാലും ഇവിടെ ഈ ഒരു കാർ പാർക്ക് ചെയ്യുന്ന ഏരിയയിൽ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് കിട്ടും. മുഹമ്മദ് എവിടെ പോന്ന? നീ എവിടെ പോന്ന? ഈ സൂലേക്ക് പോന്ന? രണ്ടാളും എല്ലാം അറിയുന്ന ആളെ പോലെ നടക്കുന്നുണ്ടേ.
വണ്ടി പാർക്ക് ചെയ്തപ്പോൾ കിട്ടിയ ഒരു എൻട്രൻസിലൂടെ അകത്തേക്ക് കയറുമ്പോഴാണ് ഈ ഒരു വഴി എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഏരിയയിൽ ഇവർ കുറച്ച് ചെടികൾ സെറ്റ് ചെയ്തിട്ട് കാണുന്നുണ്ട്. ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ മണ്ണ് നിറച്ചിട്ട് കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്. അതിൽ കറ്റാർവായ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ അങ്ങനെ നേരെ നടന്നു വരുമ്പോഴാണ് പിന്നെ ഇവിടെ കുറേ മരങ്ങൾ കാര്യങ്ങൾ ഈ ഒരു പിന്നെ ഏരിയയിൽ ഈ ഒരു സൂല് കംപ്ലീറ്റ് മരങ്ങൾ ഇഷ്ടംപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് മുമ്പ് ഞാൻ ഒരു 10 കൊല്ലം മുന്നേ വരുമ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഇതേ കണക്കിന് മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അധികം വരുന്നത് ഫാമിലീസാണ് വരുന്നത്. അറബ്സും കൂടുതൽ വരുത്തുണ്ട്. ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുക്ക് ചെയ്തിട്ട് ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ള ആ ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് അധികാളും ഈ ഒരു സൂ ചൂസ് ചെയ്യാറ്. ഇവിടെ കുട്ടികൾ റൈറ്റ് സൈഡിൽ കാണുന്ന കുട്ടികൾ കളിക്കുന്ന കുറെ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിലൊന്നും ആൾക്കാർ അധികം കയറാറില്ല, കുറവ് തന്നെയാണ്. ഞാൻ അധികം കയറിയിട്ട് കണ്ടിട്ടില്ല. ഇവിടെ കൂടുതൽ വരുന്നത് ഈ പറയുന്നത് പോലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കഴിക്കാനും പിന്നെ എന്തെല്ലാം അറബ്സിന്റെ എന്തെങ്കിലും അവരുടെ പ്രോഗ്രാം, ചിലപ്പോൾ വെഡിങ് പാർട്ടി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് നടത്താറുണ്ട്. പിന്നെ അതേണക്കനെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് ചെയ്യാൻ പറ്റും. ഒരു ഓപ്പൺ ആയിട്ട് ഒരു നാട്ടിൻപുറത്തുള്ള ഒരു സംഭവം കണക്കിനെയാണ് ഇതിൽ പല സെറ്റപ്പ് കാണുമ്പോഴും. ഇതാണ് സൂവിന്റെ മെയിൻ കവാടം നിങ്ങൾ കാണുന്നത്. ഇവിടെ നമ്മൾ ആ ടിക്കറ്റ് വാങ്ങിച്ച് അവിടുന്ന് വാങ്ങിച്ചു വെക്കുന്നുണ്ട്. അത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഏരിയ ആണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഒരു ലാമ എന്ന് പറയുന്ന മൃഗത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഒരു ആനിമലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിന് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത് മുമ്പ് ഞാൻ വരുമ്പോൾ ഈ ഒരു ആനിമൽ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇത് പുതുതായിട്ട് ഇവരെ ആഡ് ചെയ്തിട്ടാണ്. പുതുതായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ വരുമ്പോൾ ഇവിടുന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ചന്തമുണ്ട്. പിന്നെ നമ്മൾ കൂടിൻ്റെ അരുവത്തേക്ക് പോകുമ്പോൾ തന്നെ ഞങ്ങൾ അരുവത്തേക്ക് വരുന്നുണ്ട്. അതിന് നമ്മളോട്ടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. എന്നാലും ഞങ്ങൾ അരുവത്തേക്ക് അത് ഓടി വന്നിരുന്നു. ഓക്കെ. പിന്നെ ഉള്ളത് നമ്മളെ നോർമൽ നാട്ടിൻപുറത്ത് നമ്മളെ നാട്ടിൽ കാണുന്ന എന്താ ഗിനിക്കോയ അങ്ങനെ പറയുന്ന സാധനമാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ മയിലിനെ വിട്ടിട്ടുണ്ട്. മയിൽ, ആൺമയിൽ, പെൺമയിൽ ഒക്കെ ഉണ്ട്. പിന്നെ ഇത് മെക്കാവോവും നല്ല ആക്റ്റീവാണ്. ആൾക്കാരെ അരുവത്ത് തന്നെ ഒരു ഫ്രണ്ട്ലിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ മുഹമ്മദിനും അസാഖും ഇവരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ കുറേ സമയം അവിടെ നിന്നു. ഞാൻ പിന്നെ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് പെട്ടെന്ന് കട്ട് ചെയ്ത് പോകുന്നത്. മുഹമ്മദിനെ കുത്താൻ വരുന്ന മുഹമ്മദിനെ ഓടിച്ചു വിട്ട്. ഇത് ഖത്തറിന്റെ നാഷണൽ ആനിമലാണ്. ഇതിന് ഒറിക്സ് എന്നങ്ങനെയാണ് ഇതിന്റെ പേര് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു കൊമ്പ് ഒരു പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഇതൊന്നും കൂടൊന്നും വലിയൊരു ക്ലീനിങ് കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഭയങ്കര സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്റെ അകത്തേക്ക് വരുമ്പോൾ. അങ്ങനെ സൂവിലുള്ള ആനിമൽസിനൊക്കെ കണ്ട് ഇറങ്ങുന്ന സമയത്ത് ലാസ്റ്റുള്ള ഒരു ഏരിയ ആണ് കിണറിൻ്റെ ഒരു സിമ്പിൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനൊക്കെ തന്നെ ഈ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ആക്കി നല്ലൊരു സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ
കുറച്ചും ആൾക്കാർക്ക് കാണുമ്പോൾ പിന്നെ അതിന് പുതിയ പുതിയ ആൾക്കാർക്ക് വരാനും ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലമായിട്ട് മാറിയിട്ടിരുന്നു. അത്രക്കും ആനിമൽസൊക്കെ അത്യാവശ്യം ആനിമൽസ് വേണ്ട ആനിമൽസൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ കൂടുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതിൽ നമ്മൾക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ അകത്തുള്ള മങ്കിനൊന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടി ഒന്ന് ഇവര് വൃത്തിയാക്കി ചെയ്യണമായിരുന്നു, അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതേണക്കന്നെ ബാക്കിയുള്ള എല്ലാവർക്കും തോന്നാൻ സാധ്യതയുണ്ട്. എൻ്റെ കൂടെ തന്നെ വേറൊരു മലയാളിയും ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയും ഇതേണക്കനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക തന്നെ ഈ ഒരു സൂവിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ആ സൂവിൻ്റെ ഫീ വാങ്ങിച്ചിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാനുള്ളത്. അങ്ങനെ സൂവിൻ്റെ ടിക്കറ്റ് വാങ്ങിച്ചിട്ടുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ആ സൂവിൻ്റെ ടിക്കറ്റ് വാങ്ങിച്ച് അതിൻ്റെ അകത്തുനിന്ന് അതൊക്കെ കണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ രണ്ടാളും ഓടിപ്പോയി അവിടെ കളിക്കുന്നിടത്തേക്ക് പോയതാണ്. കളിക്കുന്നിടത്തേക്ക് അവർ കയറ്റിയിട്ടില്ല. അവിടെ പിന്നെ കുട്ടികൾ കുറേ കുട്ടികളുണ്ടെങ്കിൽ മാത്രമേ അവർ ഇതൊക്കെ ഓണാക്കുള്ളൂ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അത് ഓണാക്കിയിട്ടില്ല. പിന്നെ അപ്പം ഇത് പുറത്തേക്കൂടി നമ്മൾ ടിക്കറ്റ് കൊടുക്കാതെ തന്നെ പുറത്തേക്കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പിന്നെ പക്ഷികളെയും കാര്യങ്ങളൊക്കെ ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാതെ തന്നെ സൂവിൻ്റെ ടിക്കറ്റ് എടുക്കാതെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾ വെള്ളിയാഴ്ച പോകുന്നതാണെങ്കിൽ എന്തായാലും നിങ്ങൾ സൂവിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. അവിടെ മെയിൻ എൻട്രൻസിന് എന്തായാലും ആ ഒരു ഫീ അവർ ഈടാക്കുന്നതാണ്. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു സൂവിലേക്ക് വന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുതിർന്നവരാണ് ഇതിൻ്റെ ക്ലീനിങ്ങും പിന്നെ വൃത്തി പിന്നെ സ്മെല്ല് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ മുതിർന്നവരാണ് ശ്രദ്ധിക്കുക. പക്ഷെ കുട്ടികൾക്ക് ഇതൊക്കെ ഒരു നല്ല ഒരു അനുഭൂതി ആയിരിക്കും. പിന്നെ അവരെ മൈൻഡ് റീഫ്രഷ് ചെയ്യാനും എന്താ പറഞ്ഞാൽ ഇവിടുത്തെ പഠിപ്പിൻ്റെ രീതി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നോർമലി മദ്രസയിലൊക്കെ വിടുന്നതാണെങ്കിൽ ഓൺലൈൻ മദ്രസയൊക്കെയാണ് രാവിലെ മദ്രസ പിന്നെ അത് കഴിഞ്ഞപ്പാട് സ്കൂള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുട്ടികളുടെ മൈൻഡ് വല്ലാണ്ട് ഒരു മെന്റലി കുട്ടികൾക്ക് ഒരു പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് പിന്നെ ക്ലിയർ ചെയ്യാനും അവരെ നമ്മൾക്കൊന്ന് ഉഷാറാക്കി കൊണ്ടുവരാനും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട്. പിന്നെ ഡോങ്കി ഉണ്ട്, പിന്നെ അതേ കണക്ക് തന്നെ ഹോസ് ഉണ്ട്, പിന്നെ ക്യാമല്, ഷീപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏരിയയിൽ ഫ്രീ ആയിട്ട് തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കാണണമെങ്കിൽ ഈ ഒരു കാര്യങ്ങൾ കാണണമെങ്കിൽ നിങ്ങൾ തേഴ്സ്ഡേ ഫ്രൈഡേ അല്ലാത്ത ബാക്കിയുള്ള ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ക്യാമലൊക്കെ അത്യാവശ്യം നല്ല ഉഷാറുള്ള വലിയ ക്യാമല് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വൈറ്റ് ഒരു ഹോസിനൊക്കെ ഡൈരവത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പം അതിന് ഒരു കുറച്ചും കൂടി ഒരു വലിയൊരു ക്ലീനൊന്നും ഇല്ല, എന്നാലും അതിന് കാണാൻ നല്ല അതൊരു ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ അരുവത്ത് വരുന്നുണ്ട്. വല്ല അലമ്പൊന്നും ആകുന്നില്ല. സാറ് നമ്മളെ നാട്ടിൽ ചില പിന്നെ കുതിരനൊക്കെ കാണുമ്പോൾ അത് ഞങ്ങളെ കടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിനെ തൊട്ട് കഴിഞ്ഞാലോ പിടിച്ചു കഴിഞ്ഞാലോ ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് നിൽക്കുന്ന ഇതൊരു വേറൊരു അറബിക് കൺട്രിയിലുള്ള കുട്ടികളാണ് അതിന് കളിക്കുന്നത്. അവർക്ക് പേടിയുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയിലൂടെ ഒരു അറബിക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങേരെ കുട്ടിയും കൂടിയിട്ട് വന്നെയാണ്. അപ്പൊ പുള്ളിക്ക് നമ്മളെല്ലാവരും നിൽക്കുന്ന കാണുമ്പോൾ പുള്ളിക്കും ഒരു കൗതുകം എല്ലാവരും മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാനാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ പുള്ളി ഒന്ന് അതിനൊക്കെ പിടിച്ച് പിന്നെ പുള്ളിയുടെ കുട്ടിനോട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. പിന്നെ തൊടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുട്ടികളെ അയാളെ ഇംപ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടത്. എന്താ പറഞ്ഞാൽ എല്ലാവരും കുട്ടികൾക്ക് എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കണം. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് അവരാ ഒരു പേടിയൊക്കെ മാറ്റിയെടുക്കണം. അപ്പം ഇത് എൻ്റെ കൂടെ ഇപ്പം ഇവിടെ കുറച്ച് ആൾക്കാരെ കാണുന്നത് ഇവരൊരു സംഘടനയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവരുടെ നാട്ടിലൊരു രാജ്യത്തെ ഒരു പരിപാടിയാണ്. അപ്പോൾ അവർ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ട് ഇങ്ങനെ കഴുത്തിൽ ബാഡ്ജൊക്കെ ഇട്ടിട്ട് വന്നതാണ്. അപ്പോൾ അവരോട് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് അവരിങ്ങനെ പോയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഈ പാർക്കിൽ കാണാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. എൻ്റെ ചാനൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ.